സത്യവ്രത, സത്യവ്രത, സത്യവ്രത. അയോധ്യാധിപനായ രാജാ സത്യവ്രതൻ ഈ വനത്തിൽ എവിടെയാണുള്ളത്? സത്യവ്രത, മഹാരാജ സത്യവ്രതനെ തേടി മഹർഷി വിശ്വാമിത്രൻ എത്തിയിരിക്കുന്നു. അങ്ങ് എവിടെയാണ് മഹാരാജാവേ? ഞാൻ ഇവിടെയുണ്ട് മഹാമുനെ. പ്രണാമം മഹർഷി. പ്രണാമം. ആര് നീ? ആരാണ്? മഹർഷി, ഞാൻ സത്യവ്രതൻ. അങ്ങ് തേടി വന്നത് എന്നെയാണ്. വസിഷ്ഠ മഹർഷിയുടെ ശാപം കൊണ്ട് ഞാൻ ഇങ്ങനെയായി. മഹാരാജാവേ, അങ്ങയ്ക്കുണ്ടായ ദുരന്തത്തെക്കുറിച്ച് നാം കേട്ടറിഞ്ഞിരിക്കുന്നു. അങ്ങയെ ഈ രൂപത്തിൽ കാണേണ്ടി വരുന്നതിൽ നമുക്ക് ദുഃഖമുണ്ട്. അതൊരു വശം. മറുവശത്ത് നാം അങ്ങയോട് കൃതാർത്ഥനാണ്. ഒരു വ്യാഴവട്ടം നീണ്ടുനിന്ന കൊടും വരൾച്ചയിൽ എൻ്റെ ഭാര്യയെയും കുട്ടികളെയും പട്ടണയിൽ നിന്ന് കരകയറ്റിയതിലുള്ള കൃതാർത്ഥത, അതിന് നന്ദി പറയാനാണ് ഈ വനാന്തരത്തിൽ നാം അങ്ങയെ തേടി വന്നത്. നന്ദി മഹാരാജൻ, നന്ദി. അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി. മഹർഷി, പ്രജാക്ഷേമം രാജാവിൻ്റെ കർത്തവ്യമാണ്. ഞാൻ ആ കർത്തവ്യം നിറവേറ്റി. അതിൽ എനിക്ക് സംതൃപ്തിയുമുണ്ട്. അതിനപ്പുറം മറ്റൊന്നുമില്ല. അങ്ങയെ കാണുന്നത് സൗഭാഗ്യമാണെങ്കിലും ആ ഉപകാരത്തിൻ്റെ പേരിൽ അങ്ങ് നന്ദി പറയുന്നത് അനുചിതമാണ്. മഹാരാജൻ, രൂപം കൊണ്ട് ചണ്ടാളനായെങ്കിലും ഭാവം കൊണ്ട് അങ്ങിപ്പോഴും രാജാവ് തന്നെ. അങ്ങയുടെ വാക്കുകൾ രാജോചിതമാണ്. പറയൂ, എന്തിനാണ് വസിഷ്ഠൻ അങ്ങയെ ശപിച്ചത്? അതൊരു അതിമോഹം. അവഗണിച്ചു തള്ളാവുന്നതായിരുന്നു. പക്ഷേ മഹർഷി എന്നെ ശപിച്ചു. എന്ത് അതിമോഹമാണ് മഹാരാജൻ? പറയൂ, നാം അതറിയട്ടെ. ഇനി വിശ്വാമിത്ര മഹർഷിയുടെ ശാപം കൂടി ഏറ്റുവാങ്ങാൻ ഈ സത്യവ്രതന് കരുത്തില്ല മഹാമുനെ. വസിഷ്ഠൻ ശപിച്ചാൽ വിശ്വാമിത്രൻ അത് നിവർത്തിക്കാൻ ശ്രമിക്കും. ഒരിക്കലും അതിനു മുകളിൽ മറ്റൊരു ശാപം നൽകില്ല. പറയൂ, എന്തായിരുന്നു അങ്ങയുടെ ആഗ്രഹം? നശ്വരമായ ഈ ശരീരത്തോടെ ഉടലോടെ സ്വർഗത്ത് പോകണമെന്ന്. എന്നെ ഉടലോടെ സ്വർഗത്തേക്ക് അയക്കാനുള്ള യാഗം നടത്താൻ ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിച്ചു. അത് അസാധ്യമാണെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ ശപിക്കുകയായിരുന്നു മഹാമുനെ. അത് സാധ്യമാണെങ്കിലോ? എങ്കിൽ എന്റെ ജന്മം സഫലമാകും മഹർഷി. എങ്കിലത് സാധ്യമാകും. വിശ്വാമിത്രൻ അത് സാധ്യമാക്കും. മഹാരാജാവേ, അവിടുന്ന് അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചോളൂ.
നാരായണ 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 നാരായണ. പ്രണാമം. പ്രണാമം നാരദരെ. വിശ്വാമിത്ര മഹർഷി അത്യസാധാരണമായ ഉദ്യമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടാണ് നാം ഇങ്ങോട്ട് പോരുന്നത്. നന്നായി നാരദ മഹർഷി, നന്നായി. അസാധാരണമായ ഉദ്യമങ്ങൾ വിശ്വാമിത്രൻ എന്നും ഹരമാണ് മഹർഷി. ചെങ്കോലും കിരീടവും ഉപേക്ഷിച്ച് മരവുരി ധരിക്കുമ്പോഴും ബ്രഹ്മാവിന് തപസ് ചെയ്ത് അരികിൽ വരുത്തി ബ്രഹ്മർഷി പദം കരസ്ഥമാക്കുമ്പോഴും ലോകം ഇത് തന്നെ പറഞ്ഞു. നാളെ ലോകർക്ക് പറയാൻ പുതിയൊരു കഥയുണ്ടാകുകയാണ്. ഒരു മനുഷ്യന്, ക്ഷത്രിയന് ഉടലോടെ സ്വർഗത്തിലയച്ച കഥ. അത് കാണാൻ നമ്മോടൊപ്പം വരൂ നാരദ മഹർഷി. പക്ഷേ ബ്രഹ്മർഷി വിശ്വാമിത്ര, വസിഷ്ഠ മഹർഷി എതിർത്ത ഒരു കാര്യമാണ് അങ്ങ് നടപ്പാക്കാൻ പോകുന്നത്. അങ്ങ് അദ്ദേഹത്തിന്റെ അഹിതത്തിന് പാത്രമാകാൻ പോവുകയാണ്. വസിഷ്ഠനല്ല, ദേവേന്ദ്രൻ എതിർത്താലും വിശ്വാമിത്രൻ ഇതിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമില്ല നാരദരെ. നാം ആരെയും ഭയപ്പെടുന്നില്ല. വിശ്വാമിത്രൻ വെറുമൊരു മനുഷ്യന് ഉടലോടെ സ്വർഗം കരയറ്റുന്നത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ വരൂ നാരദരെ. അങ്ങയുടെ ഉദ്യമം വിജയിക്കട്ടെ മഹർഷി. വരിക. എല്ലാം കൂടി കത്തിപ്പടരാനുള്ള ഒരു സാഹചര്യമുണ്ട്. നാരായണ നാരായണ. നാരായണ നാരായണ നാരായണ. ശൂന്യമായ വസിഷ്ഠാശ്രമം. നന്ദിനിയുമില്ല, അരുന്ധതിയുമില്ല. മഹർഷേ, വസിഷ്ഠ മഹർഷേ. നാരായണ നാരായണ. നാരദ മഹർഷിയോ? വന്നാലും മഹർഷേ. പ്രണാമം. വസിഷ്ഠ മഹർഷി ആശ്രമത്തിൽ ഒളിച്ചിരിക്കുകയാണോ? ലോകഗതിയൊന്നും അങ്ങ് അറിയുന്നില്ലേ? ലോകത്തെ തന്നെ ഉള്ളിലൊതുക്കി വിശ്വചൈതന്യം സ്വാംശീകരിച്ച മഹാതപസ്യാണ് ഞാൻ. അതറിയുന്ന ആളല്ലേ ദേവർഷി നാരദർ? പിന്നെന്തേ അസ്ഥാനത്ത് ഇങ്ങനെ ഒരു ചോദ്യം? അതൊരു അപൂർണ സത്യമാണ് മഹർഷി. അല്ലെങ്കിൽ അംബാവനത്തിലെ വിശേഷങ്ങൾ അങ്ങ് അറിഞ്ഞേനെ. അംബാവനത്തിൽ അത്രയ്ക്ക് വിശേഷമോ? എന്താണ് അവിടുത്തെ വിശേഷം? അവിടെ വിശ്വാമിത്രൻ അരുണപുത്രനായ സത്യവ്രതനെ ഉടലോടെ സ്വർഗത്തേക്ക് ഉയർത്തുകയാണ് മഹർഷി. അതേ മഹർഷി, അങ്ങ് നിരാകരിച്ച കാര്യം വിശ്വാമിത്രൻ ഏറ്റെടുത്ത് നടപ്പാക്കുന്നു. അതാണ് അംബാവനത്തിലെ വിശേഷം. അസംഭവ്യം. അങ്ങേക്ക് അങ്ങനെ വിശ്വസിക്കാം. പക്ഷേ കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ലോകം വിശ്വാമിത്രനെ വാഴ്ത്തും. അദ്ദേഹം അങ്ങയേക്കാൾ തപസിദ്ധിയുള്ളവനാണെന്ന് ലോകം വിലയിരുത്തും. ആ ത്രിശങ്കുവിന്റെ കഥ കഴിഞ്ഞെന്ന് വിചാരിച്ചതാണ് ഞാൻ. വീണ്ടും വീണ്ടും അയാൾ എന്റെ നേർക്ക് കയർത്തു വരികയാണ്. ദേവേന്ദ്ര, ആ ത്രിശങ്കുവിനെ സ്വർഗലോകത്തൊന്നും അടുപ്പിക്കരുത്. അങ്ങയുടെ ഈ സന്ദേശം നാം തന്നെ ദേവേന്ദ്രനെ അറിയിക്കാം. വിശ്വാമിത്രന്റെ ഈ നെറുകേട് അനുവദിച്ചുകൂടാ. നാരായണ നാരായണ. നാരായണ നാരായണ. പ്രണാമം ദേവാധിപ. പ്രണാമം ദേവർഷേ. ഭൂവാസികൾക്കും മറ്റുപരിലോകവാസികൾക്കും ക്ഷേമമല്ലേ? അതെന്താ ദേവാധിപ അങ്ങനെ ചോദിക്കാൻ? ഭൂവാസികളുടെയും ഉപരിലോകവാസികളുടെയും ക്ഷേമാന്വേഷണമാണോ ദേവർഷിയായ നാരദന്റെ കർമ്മം? ക്ഷമിക്കണം, അങ്ങ് നിരന്തര സഞ്ചാരിയായതുകൊണ്ട് ചോദിച്ചു പോയതാണ്. അങ്ങ് കണ്ട കാര്യങ്ങൾ കൗതുകകരമാണെങ്കിൽ അറിയാമെന്ന് കരുതി, അത്രമാത്രം.
മഹർഷി അതിന് സന്നദ്ധനല്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ടില്ല എന്ന് കരുതൂ. ഇല്ലില്ല ദേവാധിപ, ഞാൻ അങ്ങയെ കാണാൻ വന്നത് തന്നെ കൗതുകകരമായൊരു വസ്തുത അങ്ങയെ അറിയിക്കാൻ വേണ്ടിയാണ്. മഹാതപസ്വിയായ വിശ്വാമിത്ര മഹർഷിയുടെ ഒരു സന്നാഹത്തെക്കുറിച്ച് അറിയിക്കാൻ. എന്താണ് മഹർഷി വിശ്വാമിത്രന്റെ സന്നാഹം? അങ്ങയെ ചൊടിപ്പിക്കാൻ പോകുന്ന വിഷയമാണത്. ഏതോ ഒരു സൂര്യവംശ രാജാവിനെ അദ്ദേഹം ഉടലോടെ സ്വർഗത്തേക്ക് അയക്കാൻ പോകുന്നത്രേ. ഇങ്ങോട്ടേക്കും ഉടലോടെയോ? അസംഭവ്യം മഹർഷി. അത്രയ്ക്കങ്ങ് നിസ്സാരമാക്കണ്ട ദേവാധിപ. ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് മഹർഷി വിശ്വാമിത്രനാണെന്നത് തന്നെ കാരണം. വസിഷ്ഠ മഹർഷിയെ ജയിക്കാൻ തപസ്സാണ് വഴിയെന്നറിഞ്ഞിട്ട് രാജ്യവും രാജാധികാരവും വിട്ട് തപസ് ചെയ്ത് ബ്രഹ്മർഷി പദം ബലമായി പിടിച്ചു വാങ്ങിയ ആളാണ് അദ്ദേഹം. കുറച്ച് കാണണ്ട. വിശ്വാമിത്ര മഹർഷി ഒരു ശാഠ്യക്കാരനാണ്. എങ്കിലും ഇങ്ങനെ ഒരു കാര്യത്തിൽ അദ്ദേഹം ശാഠ്യം പിടിക്കാനിടയുണ്ടോ? എന്തുകൊണ്ടില്ല? എതിർക്കാൻ ഒരാളുണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ ശാഠ്യം പല മടങ്ങു കൂടും. പിന്നെ വിജയം കണ്ടേ അടങ്ങൂ. ഇവിടെ അങ്ങേക്ക് ആ കർമ്മത്തെ എതിർത്തല്ലേ മതിയാവൂ. അങ്ങ് എതിർക്കാൻ തുടങ്ങുമ്പോൾ വിശ്വാമിത്രൻ അത് തകർക്കാൻ ശ്രമിക്കും. കാണാം. വിശ്വാമിത്രൻ തന്റെ ഉദ്യമം ആരംഭിക്കട്ടെ. വിശ്വാമിത്രന്റെ അനുചരൻ ഉടലോടെ സ്വർഗത്ത് വരട്ടെ. അപ്പോ എന്തു വേണമെന്ന് ചിന്തിക്കാം മഹർഷി. അത് മതി. അപ്പോൾ ചിന്തിച്ചാൽ മതി. നാം അറിഞ്ഞ ഒരു കാര്യം അത് അറിയേണ്ടയാളെ അറിയേണ്ട സമയത്ത് അറിയേണ്ട വിധത്തിൽ അറിയിച്ചു എന്നു മാത്രം. ബാക്കിയെല്ലാം അങ്ങയുടെ നിശ്ചയം. നാരായണ നാരായണ. ശാന്തി ശാന്തി.
ചണ്ടാല ശരീരൻ ഉടലോടെ സ്വർഗത്തിലേക്ക് വരുന്നു. പോ, താഴേക്ക് പോ. ഒരു ഇച്ഛാശക്തിയും അത് പ്രാവർത്തികമാക്കാനുള്ള സിദ്ധിവിശേഷവുമുണ്ടെങ്കിൽ ഏത് ഉന്നത ശിഖരവും കീഴടക്കാനാകും, ഏത് സ്വർഗവും സ്വയം സൃഷ്ടിക്കാനാവും. വിശ്വാമിത്രന്റെ ചെയ്തികൾ നമുക്ക് തരുന്ന പാഠം അതാണ്.